ഗോൺസാലോ മൊണ്ടിയിൽ തൊടുത്ത പെനാൽറ്റി കിക്ക് ഗോൾ വലയിൽ മുത്തമിട്ടപ്പോൾ ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ അലയടിച്ച നീലത്തിരമാലയുടെ ഇരമ്പൽ ഫുട്ബോൾ പ്രേമികളുടെ കാതുകളിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ടാവാം. അതൊരു വല്ലാത്ത നിമിഷമായിരുന്നു. ഡീഗോ മറഡോണയുടെ കാലത്തിന് ശേഷം 36 വർഷം കാത്തിരുന്ന അർജന്റീനയുടെ സ്വപ്നം സഫലമായ ദിനം. ലയണൽ മെസ്സി എന്ന ഇതിഹാസം സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട ദിനം. 4 വർഷത്തിനിപ്പുറം മെസ്സിയും സംഘവും മറ്റൊരു വലിയ നേട്ടത്തിനരികിലാണ്. ലോകകപ്പ് ചരിത്രത്തിൽ 2 ടീമുകൾക്ക് മാത്രമേ തുടർച്ചയായി 2 കിരീടങ്ങൾ നേടാൻ സാധിച്ചിട്ടുള്ളൂ. 1934-ലും 38-ലും കിരീടം നേടിയ ഇറ്റലിയും 1958-ലും 62-ലും കപ്പടിച്ച ബ്രസീലും. അത് ആവർത്തിക്കാനുള്ള കെൽപ്പുണ്ടോ ലയണൽ സ്കലോണിയുടെ അർജന്റീനയ്ക്ക്? ിൽ ലോക കിരീടം കിട്ടിയതിന് പിന്നാലെ 2024 കോപ്പ അമേരിക്ക നിലനിർത്തിയിട്ടുണ്ട് അർജന്റീന. ലാറ്റിൻ അമേരിക്കൻ ക്വാളിഫയറിൽ 1-ാം സ്ഥാനക്കാരായാണ് അവർ ലോകകപ്പിന് വരുന്നത്. 2018 ലോകകപ്പിൽ നിരാശാജനകമായ പ്രകടനം നടത്തി പ്രീ ക്വാർട്ടറിൽ പുറത്തായതോടെയാണ് ജോർജ് സാമ്പോളി എന്ന പരിശീലകനെ അർജന്റീന മാറ്റുന്നത്. സാമ്പോളി പോകുമ്പോൾ താൽക്കാലികമായി ഒരു പകരക്കാരനെന്ന നിലയിലാണ് അസിസ്റ്റന്റ് കോച്ചായിരുന്ന ലയണൽ സ്കലോണി ടീമിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. എന്നാൽ അർജന്റീന ഫുട്ബോളിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഘട്ടമായിരുന്നു അത്. ലയണൽ മെസ്സി എന്ന പ്രതിഭാധാരാളിത്തമുള്ള ലോക ഫുട്ബോളർക്ക് പിന്നിൽ ലക്ഷ്യബോധമില്ലാതെ അണിനിരന്ന ഒരു സംഘം എന്ന നിലയിൽ നിന്ന് ഒത്തിണക്കമുള്ള ഒരു ടീമായി അർജന്റീന മാറി. മെസ്സിക്ക് സമ്മർദ്ദമില്ലാതെ സ്വതന്ത്രമായി കളിക്കാനുള്ള അവസരമൊരുങ്ങി. ഏറെക്കാലമായി ടീമിനെ വലച്ചിരുന്ന പ്രതിരോധത്തിലെ പാളിച്ചകൾ പരിഹരിക്കപ്പെട്ടു. മധ്യനിരയിൽ യുവതാരങ്ങൾ കളി മെനഞ്ഞു തുടങ്ങി. ജയിക്കാനാണ് കളിക്കുന്നതെന്ന ബോധ്യം കളിക്കാർക്ക് ഉണ്ടായി തുടങ്ങി. അതിനെല്ലാം ആദ്യ ഫലം ഉണ്ടാവുന്നത് 2021 അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നേടുമ്പോഴാണ്. ഏഞ്ചൽ ഡി മരിയ നേടിയ ഒരൊറ്റ ഗോളിന്റെ ബലത്തിൽ ബ്രസീലിനെയാണ് ഫൈനലിൽ അർജന്റീന കീഴടക്കിയത്. മെസ്സിയുടെ കരിയറിലെ ആദ്യ അന്താരാഷ്ട്ര കിരീടമായിരുന്നു അത്. 2022 ലോക കിരീടത്തോടെ സ്കലോണിയും മെസ്സിയും എല്ലാം തെളിയിച്ചതാണ്. ഇനി അവർക്ക് അർജന്റീന ഫുട്ബോളിന്റെ ഭാവിയും തുടർച്ചയുമാണ് ഭദ്രമാക്കേണ്ടത്. കഴിഞ്ഞ ലോകകപ്പിൽ ടീമിന്റെ ഭാഗമായിരുന്ന പൗളോ ഡിബാല ഇല്ലെന്നത് ഒഴിച്ചാൽ വലിയ സർപ്രൈസുകളൊന്നും തന്നെ ഇല്ലാത്തതാണ് 2026 സ്കലോണിയുടെ ടീം. ലയണൽ മെസ്സി തന്റെ 6ാം ലോകകപ്പ് കളിക്കാൻ വരികയാണ്. ഖത്തറിൽ ഒരു മാന്ത്രികനെ പോലെ തന്റെ കേളി ശൈലി കൊണ്ട് ഗോളടിച്ചും ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച മെസ്സിക്ക് ഇത് മിക്കവാറും കരിയറിലെ അവസാന ലോകകപ്പായിരിക്കും. The name is Messi. It's his first goal of this World Cup. അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് വേണ്ടി കളിക്കുന്ന മെസ്സിക്കായി ഇക്കുറിയും ഗാലറികൾ ആർത്തു വിളിക്കുമെന്ന് ഉറപ്പാണ്. മെസ്സിക്ക് വേണ്ടി തങ്ങൾ ഇത്തവണയും മൈതാനത്തിൽ ചെയ്യാനാവുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകുന്നു സഹകളിക്കാർ. കഴിഞ്ഞ ലോകകപ്പ് കളിച്ച സ്ക്വാഡിൽ നിന്ന് 9 പേരെയാണ് സ്കലോണി ഒഴിവാക്കിയത്. ഖത്തറിൽ ഗോൾവല കാത്ത് ടീമിന്റെ ഹീറോ ആയി മാറിയ എമിലിയാനോ മാർട്ടിനസ് പരിക്കിൽ നിന്ന് മോചിതനായി ടീമിനൊപ്പമുണ്ട്. ജെറോണിമോ റൂളിയും ഹുവാൻ മൂസോയുമാണ് മറ്റ് 2 ഗോൾ കീപ്പർമാർ. നിക്കോളാസ് തഗ്ലിയാഫിക്കോയും ഫക്കുണ്ടോ മെദീനയുമാണ് ലെഫ്റ്റ് ബാക്ക് കളിക്കാനുള്ളത്. റൈറ്റ് ബാക്കിൽ നഹുവൽ മൊളീനയും ഗോൺസാലോ മൊണ്ടിയേലുമുണ്ട്. സെൻട്രൽ ബാക്കിൽ വെറ്ററൻ താരം നിക്കോളാസ് ഒട്ടാമെൻഡിയും ക്രിസ്ത്യൻ റൊമറയും ഉണ്ട്. ഒപ്പം ലിസാൻഡ്രോ മാർട്ടിനസും ടീമിലുണ്ട്. ലിയനാർഡോ ബല്ലേഡി ഉണ്ടായിരുന്നുവെങ്കിലും പരിക്ക് കാരണം ടീമിൽ നിന്ന് പുറത്തായെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇനി പകരക്കാരനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പരിചയസമ്പത്താണ് ഈ പ്രതിരോധ നിരയുടെ കരുത്ത്. എന്നാൽ കഴിഞ്ഞ ലോകകപ്പിലെ അതേ മൂർച്ചയുണ്ടോ ഈ കോട്ടയ്ക്കെന്ന് നെറ്റിച്ചുളിക്കുന്ന ചില ഫുട്ബോൾ വിശകലന വിദഗ്ധരെങ്കിലും ഉണ്ട് എന്നതാണ് സത്യം. മധ്യനിരയിൽ ഡീപോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മക്കാലിസ്റ്റർ എന്നിവരെല്ലാം സ്കലോണിയുടെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം പിടിക്കും. ലിയാൻഡ്രോ പരേഡസ് ആണ് മധ്യനിരയിലെ മറ്റൊരു പ്രധാന കളിക്കാരൻ. സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും സ്കലോണി കോമ്പിനേഷൻ തീരുമാനിക്കുക. ജിയോവാനി ലോസെൽസോ, പലാസിയോസ്, വാലന്റീൻ ബാർക്കോ എന്നിവരും സ്ക്വാഡിലുണ്ട്. ഏഞ്ചൽ ഡി മരിയയുടെ അസാന്നിധ്യം ആര് പരിഹരിക്കുമെന്നതാണ് അർജന്റീനൻ നിരയിൽ കാത്തിരുന്നു കാണേണ്ടത്.
രണ്ട് യുവകളിക്കാരുടെ പ്രകടനം കാണാനാണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇറ്റാലിയൻ ലീഗിൽ കോമോയ്ക്ക് വേണ്ടി കളിക്കുന്ന നിക്കോ പാസ് മുൻ ദേശീയ താരവും 1998 ലോകകപ്പ് ടീം അംഗവുമായിരുന്ന പാബ്ലോ പാസിന്റെ മകൻ കൂടിയാണ്. പന്തടക്കത്തിലും വേഗത്തിലും ഗോളടിയിലും അസിസ്റ്റിലുമെല്ലാം നിക്കോ മെസ്സിയുമായി സാമ്യം പുലർത്തുന്നുണ്ട്. അതിനാൽ തന്നെ അവനിൽ പ്രതീക്ഷകൾ വാനോളമാണ്. ജൂലിയാനോ സിമിയോണിയാണ് നോക്കിവെക്കേണ്ട മറ്റൊരു യുവരക്തം. ലാലിഗ ക്ലബ്ബ് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന ഈ 23-കാരൻ മുന്നേറ്റ നിരയിൽ എണ്ണയിട്ട യന്ത്രം പോലെ കുതിക്കുമെന്നുറപ്പ്. 1998 അർജന്റീനയുടെ ലോകകപ്പ് ടീം ക്യാപ്റ്റനും നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് പരിശീലകനുമായ ഡീഗോ സിമിയോണിയുടെ മകനാണ് ജൂലിയാനോ സിമിയോണി. സിമിയോണിക്കും നിക്കോപാസിനുമൊപ്പം സാക്ഷാൽ ലയണൽ മെസ്സിയും ഉണ്ടെന്നത് യുവത്വവും പരിചയസമ്പത്തും പ്രതിഭയും ചേരുന്ന കോമ്പിനേഷൻ ആവുന്നു. ഒപ്പം കഴിഞ്ഞ ലോകകപ്പിൽ ടീമിന്റെ ആക്രമണത്തിൽ നിർണായക പങ്കുവഹിച്ച ഹൂലിയൻ അൽവാരസും സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ ഇടം പിടിക്കും. പരിചയസമ്പന്നനായ ലൗട്ടാരോ മാർട്ടിനസും നിക്കോളാസ് ഗോൺസാലസും ജോസ് മാനുവൽ ലോപ്പസും മുന്നേറ്റ നിരയിലുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ 25-കാരനായ യുവതാരം തിയോഗ അൽമേഡയാണ് മറ്റൊരാൾ. കോച്ച് സ്കലോണിക്ക് അൽമേഡയിൽ വലിയ വിശ്വാസമുണ്ട്. ഗ്രൂപ്പ് ജെയിൽ ജൂൺ 16-ന് കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അൾജീരിയയാണ് അർജന്റീന ആദ്യം നേരിടുക. ജൂൺ 22-ന് ഡള്ളാസിൽ ഓസ്ട്രിയയെയും 27-ന് ജോർദാനെയും നേരിടും. തൻ്റെ സഹതാരങ്ങളെയും വളർന്നുവരുന്ന താരങ്ങളെയും ഇനിയും ഒരുപാട് തലമുറകളെയും പ്രചോദിപ്പിക്കുന്ന കളിക്കാരനാണ് ലയണൽ മെസ്സി. 2 ലോകകപ്പ് ഫൈനലുകളും 1 കിരീടവും 2 കോപ്പ അമേരിക്കയും 2 തവണ ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരവും 8 ബാലൻഡിയോറും ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും എല്ലാം നേടി ഇനിയൊന്നും തെളിയിക്കാനില്ലാത്ത വിധം സമ്പൂർണനാണ് മെസ്സി. ഇനി മെസ്സിക്ക് ശേഷം അർജന്റീന ദേശീയ ടീം എങ്ങനെ തുടരുമെന്നാണ് കാണേണ്ടത്. മറഡോണയ്ക്ക് ശേഷം ഒരു മെസ്സി വരാൻ അർജന്റീന ഒരുപാട് കാലമൊന്നും കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. ഫുട്ബോളിനെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന ലാ ആൽബി സെലസ്റ്റയുടെ യുവതലമുറയിൽ ഇനിയും എത്രയോ മറഡോണമാരും മെസ്സിമാരും മറഞ്ഞു നിൽക്കുന്നുണ്ട്. 2022-ൽ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് തോറ്റ ശേഷമാണ് അർജന്റീന തോൽവി അറിയാതെ മുന്നേറി ഖത്തറിൽ കിരീടം തൂക്കിയത്. മെസ്സിക്ക് വേണ്ടി മെസ്സിക്കൊപ്പം വീണ്ടും ഒരു കപ്പ്. രചിക്കപ്പെടുമോ അമേരിക്കൻ മണ്ണിൽ മറ്റൊരു തവണ കൂടി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കവിത? സ്കലോണിയിലും മെസ്സിയിലും എമിയിലും നിക്കോപാസിലും ഫുട്ബോൾ ആരാധകർ വിശ്വാസമർപ്പിക്കുകയാണ്.